ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 2014 വേൾഡ് കപ്പ് അത് ബ്രസീലിയൻ ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ് സമ്മാനിച്ചിട്ടുള്ളത്. സ്വന്തം നാട്ടിൽ സെമി ഫൈനലിൽ ജർമ്മനിയോട് ഒരു വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. 1-7 ഗോളുകൾക്കായിരുന്നു തോൽക്കേണ്ടി വന്നത്. ബ്രസീലിയൻ ആരാധകർക്ക് അത് ഇന്നും ഒരു ഉണങ്ങാത്ത മുറിവായിക്കൊണ്ട് അവിടെ അവശേഷിക്കുകയാണ്. ഈയിടെ ടോണി ക്രൂസ് റൊമാരിയോക്ക് ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു. അതിൽ ടോണി ക്രൂസിനോട് റൊമാരിയോ ജർമ്മനിയുടെ ഈയൊരു വിജയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് ബ്രസീലിനെ 7-1 പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചുവല്ലോ, ആ മത്സരത്തിൻ്റെ നിങ്ങളുടെ ഓർമ്മകൾ എന്തെല്ലാമാണ് എന്നാണ് റൊമാരിയോ ക്രൂസിനോട് ചോദിക്കുന്നത്. ക്രൂസ് അതിന് കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് മനോഹരമായ ഓർമ്മകളാണ് ഉള്ളത്. അത് ആ ഒരു റിസൾട്ട് കൊണ്ട് മാത്രമല്ല, ബ്രസീലിൽ ചിലവഴിച്ച നിമിഷങ്ങൾ എല്ലാം നല്ലതായിരുന്നു. ആ മത്സരത്തിന് ശേഷം ബ്രസീൽ ആരാധകരിൽ നിന്നും പ്രതിഷേധങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ബ്രസീലിയൻ ആരാധകർ ഞങ്ങളെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഫൈനലിൽ അർജന്റീനയെ തോൽപ്പിക്കണമെന്ന് അവർ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത്. അതായത് 1-7 ഗോളുകൾക്ക് തോറ്റത് കൊണ്ട് തന്നെ ജർമ്മനിയോട് ബ്രസീലിയൻ ആരാധകർക്ക് വലിയ എതിർപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അർജന്റീനയെ കലാശ പോരാട്ടത്തിൽ പരാജയപ്പെടുത്താൻ തങ്ങളോട് അവർ ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ ടോണി ക്രൂസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ആ ഒരു തോൽവി അത് ഒരുപാട് കാലമായി ബ്രസീലിനെ വേട്ടയാടുന്ന ഒന്നാണ്. ഏതായാലും മറ്റൊരു വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് നിലവിൽ ബ്രസീലിൻ്റെ ദേശീയ ടീം ഉള്ളത്. നമുക്കറിയാം, 2002 അവസാനമായിക്കൊണ്ട് ബ്രസീൽ ഒരു വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയത്. അതിനുശേഷം ഒരൊറ്റ വേൾഡ് കപ്പ് പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു സ്ട്രീക്കിന് അറുതി വരുത്താൻ ഇത്തവണ ബ്രസീലിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.